ഭൂകമ്പത്തിൽ ചിതറിയ മ്യാൻമാറിൽ ഇന്ത്യൻ ആർമി എത്തി. യുദ്ധത്തിനല്ല, അവർ യുദ്ധഭൂമി പോലെ തകർന്നു കിടക്കുന്ന മ്യാൻമാറിൽ ആഹാരവും മരുന്നുമായാണ് എത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഇന്ത്യൻ പടക്കപ്പലുകളെല്ലാം രംഗത്തിറങ്ങി. സൈന്യം എന്നാൽ യുദ്ധം മാത്രമല്ല, അതിരുകൾ കടന്ന സഹായത്തിന്റെ കാരുണ്യം കൂടിയാണ് എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. വസുധൈവ കുടുംബകം എന്നും ലോകം ഒരു കുടുംബമെന്നും ആഗോളതലത്തിൽ പ്രചരണം നടത്തുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ അയൽക്കാരുടെ കണ്ണീരൊപ്പുകയാണ്. മ്യാൻമാറിലുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായാണ് സൈനിക നീക്കം നടത്തുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ 2 നാവിക കപ്പലുകളെ വിന്യസിക്കുകയും പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുന്നതിനായി 118 മെഡിക്കൽ ഉദ്യോഗസ്ഥരുള്ള ഒരു ആർമി ഫീൽഡ് ആശുപത്രിയെ വിന്യസിക്കുകയും ചെയ്തു. മ്യാൻമാറിനെയും അയൽരാജ്യമായ തായ്ലൻഡിനെയും തകർത്ത വൻ ഭൂകമ്പത്തിൽ 1600-ലധികം പേർ കൊല്ലപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള 2 ഇന്ത്യൻ നാവിക കപ്പലുകൾ മ്യാൻമാറിലേക്ക് പോകുന്നുണ്ടെന്നും 2 കപ്പലുകൾ കൂടി പിന്തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്നലെ അറിയിച്ചു. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ടുള്ള ആദ്യ കപ്പൽ ശനിയാഴ്ച പുലർച്ചെ യാത്ര തിരിച്ചു. രണ്ടാമത്തെ കപ്പൽ ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടു. മാർച്ച് 31 അവർ യാങ്കോണിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ കമാൻഡിന് കീഴിലുള്ള ശ്രീ വിജയപുരത്ത് നില ഉറപ്പിച്ചിരിക്കുന്ന മറ്റു 2 കപ്പലുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ സഹായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. INS സത്പുരയും INS സാവിത്രിയും 40 ടൺ മാനുഷിക സഹായം വഹിച്ചുകൊണ്ട് യാങ്കോൺ തുറമുഖത്തേക്ക് പോകുന്നു എന്ന് മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ദുരിതാശ്വാസ സാമഗ്രികളും ഉദ്യോഗസ്ഥരും വിന്യസിക്കുന്നതിൽ വ്യോമസേന സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ കീഴിൽ 1-ലധികം വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ശ്രീ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ട് പുലർച്ചെ 3 മണിക്ക് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേന താവളത്തിൽ നിന്ന് ആദ്യ വിമാനം പറന്നുയർന്ന് രാവിലെ 8 മണിയോടെ യാങ്കോണിലെത്തി. മ്യാൻമറിലെ ഇന്ത്യൻ അംബാസഡർ അഭയ് താക്കൂർ ടെന്റുകൾ, പുതപ്പുകൾ, ഭക്ഷണ പാക്കറ്റുകൾ, അവശ്യ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യാങ്കോണിന്റെ മുഖ്യമന്ത്രിക്ക് കൈമാറി. തിരച്ചിൽ രക്ഷാപ്രവർത്തന സംഘങ്ങളുമായി 2 വിമാനങ്ങൾ കൂടി മ്യാൻമാറിലേക്ക് പുറപ്പെട്ടു. 118 അംഗ ആർമി ഫീൽഡ് ആശുപത്രി യൂണിറ്റിന്റെ വിന്യാസത്തിന്റെ ഭാഗമായി 2 വിമാനങ്ങൾ കൂടി ഉൾപ്പെടുന്നു. ലഫ്റ്റനന്റ് കേണൽ ജഗന്നീത് ശിൽപിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശത്രുജിത് ബ്രിഗേഡ് മെഡിക്കൽ റെസ്പോണ്ടേഴ്സിൽ നിന്നുള്ള ഈ എലൈറ്റ് മെഡിക്കൽ സംഘം നൂതന വൈദ്യ ശസ്ത്രക്രിയാ പരിചരണം നൽകും. ട്രോമ കേസുകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പൊതു മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി അവർ മണ്ഡലയിൽ 60 കിടക്കകളുള്ള ഒരു മെഡിക്കൽ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കും. കോൺക്രീറ്റ് കട്ടറുകൾ, ഡ്രിൽ മെഷീൻ, ഡോഗ് സ്ക്വാഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക തിരച്ചിൽ രക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിച്ച 80 അംഗ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘത്തെയും ഇന്ത്യ അയച്ചിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിൽ പ്രാദേശിക അധികാരികളെ സഹായിക്കുന്നതിന് ഈ സംഘം നേപൈതാവിൽ നിലയുറപ്പിക്കും. മ്യാൻമറിന്റെ സൈനിക മേധാവി ജനറൽ മിനോങ് ഹലൈങ്ങുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒരു അടുത്ത സുഹൃത്തും അയൽക്കാരനും എന്ന നിലയിൽ ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യ മ്യാൻമാർ ജനതയ്ക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, പ്രധാനമന്ത്രി മോദി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. തുർക്കിയിലും സിറിയയിലും നടന്ന ഓപ്പറേഷൻ ദോസ്ത് പോലുള്ള മുൻ സഹായ ദൗത്യങ്ങളെ ഉദ്ധരിച്ച് മേഖലയിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ആദ്യം സഹായവുമായി പാഞ്ഞെത്തുക ഇന്ത്യ ആയിരിക്കുമെന്നും മോദി പറഞ്ഞു. വസുധൈവ കുടുംബകം എന്ന് പറയുമ്പോൾ ഞങ്ങളത് അർത്ഥമാക്കുന്നു, പ്രവൃത്തിയിലൂടെ ഞങ്ങൾ അത് തെളിയിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ലോകം ഒരു കുടുംബമാണ് എന്ന ഇന്ത്യയുടെ തത്വശാസ്ത്രത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.